നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് വന്നു ചേരാൻ പോകുന്ന ചില മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇവ എന്തെല്ലാമാണ് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വഴിത്തിരിവാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാനായി പോകുന്നത്. അപ്പോൾ അത് എന്താണ് എന്ന് അറിയാനായി നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ഈ സന്ദേശം പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ദേവതയുടെ നാമം, ഇഷ്ടദേവതയുടെ നാമം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒരു നിമിഷം വന്ദിക്കുക. ചില ആളുകൾക്ക് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നു എന്നാണ് സന്ദേശം. അത് പല കാരണങ്ങൾ കൊണ്ടുമാകാം. പല വഴികളിലൂടെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ നടന്നു കിട്ടി എന്ന് വരാം. വിശ്വസിച്ചിരുന്നതായ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കാരണം ചില കാര്യങ്ങളാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പല അവസ്ഥകൾക്കും മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള അനുഭവം വലിയ പാഠങ്ങൾ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് എങ്ങനെ പോകണം, എപ്രകാരമാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന വ്യക്തമായ ധാരണ ഇപ്പോൾ നിങ്ങളിലുണ്ട്. സന്ദേശം നിങ്ങൾക്ക് പരാമർശിക്കുവാൻ സാധിക്കുന്നത്, അതായത് സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത്, ഈ ചിന്തകൾ വരുന്നത് പുതിയ തുടക്കത്തിലേക്കാകുന്നു. പല വിധത്തിലുമുള്ള ചിന്തകളാണ് നിങ്ങളിലേക്ക് ഈ സന്ദേശം കേട്ടതിന് ശേഷം കടന്നു വരിക. അത് ജീവിതത്തിൽ പുതിയ തുടക്കമായി തന്നെ മാറും. ഇനി ബുദ്ധിപൂർവം നിങ്ങൾ പ്രവർത്തിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ജോലി നിങ്ങൾക്ക് വിജയങ്ങളും നേട്ടങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ഇപ്പോൾ നിലനിൽക്കുന്നതായ സാമ്പത്തിക പ്രയാസങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ മാറി മുന്നേറി വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന സന്ദേശമാണ് നൽകുവാൻ സാധിക്കുന്നത്. ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് കടന്നു വരും എന്നും പരാമർശിക്കുവാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ചെയ്ത പല അവസരങ്ങളിലും ചെയ്ത സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമുണ്ട്. വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കും. സ്വയം നിങ്ങളിൽ വിശ്വാസം വന്നു ചേരും. അതിനാൽ പല പ്രവൃത്തികളും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ധാരാളമായി അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. എന്നാൽ എടുത്തുചാട്ടം പാടില്ല എന്ന സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു. ആലോചിച്ച് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. ആത്മവിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. എന്നാൽ ഒരിക്കലും അമിതമായി ചിന്തകൾ വരാൻ പാടുള്ളതല്ല. കൂടാതെ നിങ്ങൾ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങളും മറ്റു നേട്ടങ്ങളും നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം കഴിവും ശക്തിയും മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. ഭഗവാനായി അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുമുള്ള ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് പോരുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. പറയാത്തതും ചെയ്യാത്തതുമായ പല കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ശകാരിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. മനസ്സുകൊണ്ട് പോലും അറിയാത്തതായ പല കാര്യങ്ങൾക്കും പലരും നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട് അഥവാ ശകാരിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോഴും ഇത്തരം ചില അവസ്ഥകൾ ചില വ്യക്തികൾക്ക്, നിങ്ങളിലുള്ള ചില വ്യക്തികൾക്ക് നിലനിൽക്കുന്നതായി കാണുന്നുമുണ്ട്. ഭഗവാന്റെ സംരക്ഷണം നിങ്ങളിലുണ്ട് എന്ന സൂചനയാണ് ഈ സന്ദേശത്തിലൂടെ ഭഗവാൻ അർത്ഥമാക്കുന്നത്, അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ പുതിയൊരു പ്രകാശം കടന്നു വരും എന്നും സങ്കടങ്ങൾ നൽകുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നും സന്ദേശത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ മോശം വാക്കുകളിൽ തകർന്ന് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ.
മനസ്സിന്റെ കട്ടി നിങ്ങൾക്ക് നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നതായ സാഹചര്യമുണ്ട്. മറ്റുള്ളവർ മാനസികമായി നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പല അവസരങ്ങളിലും അതവർ വിജയിച്ചു എന്നതും വാസ്തവം തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ ദുർബലരായി പോകുന്നു എന്നതാണ് വാസ്തവം. എതിർക്കാനുള്ള ശക്തി പോലും ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടമായി പോകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ഇതിനാൽ സങ്കടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ പലപ്പോഴായി നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കാണുവാൻ സാധിക്കുന്നു. ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടേണ്ടതായ സാഹചര്യമില്ല. സത്യസന്ധമായ നേരായ മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം ഭഗവാനാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നിങ്ങൾ അർത്ഥമാക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങളെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നവരിൽ നിന്നും നിങ്ങൾ പരമാവധി അകലം പാലിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹിക്കുന്നവരെ ചേർത്ത് തന്നെ നിർത്തുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ് സന്ദേശം. മറ്റുള്ളവരുടെ ദുഷ്പ്രവർത്തികൾ നിങ്ങളുടെ സങ്കടം മാത്രം ആഗ്രഹിച്ച് ചില വ്യക്തികൾ നിങ്ങൾക്കെതിരായി ചെയ്യുന്നതായ ആ കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഏൽക്കുവാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്നും കാണുന്നു. കാരണം ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കാൻ സംരക്ഷണമേകുവാൻ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ ഇനി അവർക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന സന്ദേശമാണ് ഭഗവാൻ നൽകുന്നത്. മനസ്സിനെ സ്വയം ബോധ്യപ്പെടുത്തി ആത്മവിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മുൻപ് പല കാര്യങ്ങൾ നിസാരമായി കണ്ടിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ അതിൽ ഗൗരവമായ കാര്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് അത്തരത്തിൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതായ ചില അബദ്ധങ്ങൾ അത് നിങ്ങളെ വളരെയധികം വിഷമകരമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നു എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന സൂചന നൽകുവാൻ സാധിക്കുന്നു. ധാരാളം സന്തോഷം ഓർത്തിരിക്കുവാൻ സാധിക്കുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് ധാരാളം സന്തോഷം നൽകുവാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. യാത്ര തുടങ്ങുമ്പോൾ അവ തടസ്സങ്ങൾ നേരിടുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. അതായത് ഒരു കാര്യത്തിലേക്ക് യാത്ര ആരംഭിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തടസ്സമായി പ്രതിബന്ധമായി നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നു. കൊടുത്ത വാക്ക് പലപ്പോഴും പാലിക്കുവാൻ സാധിക്കുന്നില്ല. അതിൽ നിരാശയുണ്ട്, വിഷമമുണ്ട്. പലരും നിങ്ങളെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കളിയാക്കുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ അവർക്ക് മുൻപിൽ പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. ഒന്നും പൂർത്തിയാക്കുവാൻ പലപ്പോഴും സാധിക്കാത്തതായ അവസ്ഥ, പല കാര്യങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം ആ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നു എന്നുള്ളതാണ്. വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് കാണുന്നു. വളരെയധികം ദൈവാനുഗ്രഹം, ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. അത് നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. പല കാര്യങ്ങളിലും ഭാഗ്യം വന്നു ചേരുക, ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ശുഭകരമായ മാറ്റങ്ങൾ അഥവാ നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും ഭഗവാൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശത്തിലുണ്ട്. സന്തോഷം, സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക്
കടന്നു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈശ്വര ചിന്തകൾ അഥവാ ഈശ്വര വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഭഗവാനിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ കൂടുതലായും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. പോസിറ്റീവായി ചിന്തിക്കേണ്ടതും പോസിറ്റീവായി പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായ ചിന്തകൾ നിങ്ങളിൽ വളർത്തിയെടുക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തുക.